ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. സോ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് വരുന്നത് ദി വാംത്ത് ഓഫ് ലവ് എന്നാണ്. വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്നാണ്. ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്നേഹം, കരുതൽ, കൈൻഡ്നെസ്, കാരുണ്യം, ഇതുപോലെയുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ ഫസ്റ്റ് പിക്ചറിൽ തന്നെ അവിടെ ഒരു ഫാമിലിയുടെ ചിത്രം കാണാം അല്ലേ? സോ നമുക്കവിടെ ഒരു ഹാപ്പി ഫാമിലിയെ കാണാം. പിന്നെ കുറച്ച് കുട്ടികൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സ് ഹാപ്പി ആയിട്ട് കളിക്കുന്നത് കാണാം. പിന്നെയോ ഒരു അമ്മ കിളിയും കുഞ്ഞുങ്ങളെയും കാണാം. സോ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് ഫാമിലിയുടെയും ഈവൻ ബേർഡ്സ്, ആനിമൽസ്, ഫ്രണ്ട്സിൻ്റെയും അവർക്കിടയിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരു റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കോട്ട് നൽകിയിട്ടുണ്ട്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. സ്നേഹം നിറയേണ്ട ഏറ്റവും നല്ല സ്ഥലം ഭൂമിയാണെന്നാണ് പറയുന്നത്. ദിസ് യൂണിറ്റ് ടീച്ചേഴ്സ് us that love makes our life happy, beautiful and meaningful. ഈ യൂണിറ്റ് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം നമ്മെ സന്തോഷത്തിലും മനോഹരമാക്കുകയും സന്തോഷമാക്കുകയും നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാക്കുകയും ഒക്കെ ചെയ്യുന്നു. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് എന്താണ്, ഒരു അമ്മയും കുട്ടിയുടേതുമാണ് അല്ലേ? ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ, ഒരു ഹാപ്പി പിക്ചറാണ്. സെക്കൻഡ് പിക്ചറിൽ കുറച്ച് സാഡാണ്, കുറച്ച് വിഷമമാണ് അല്ലേ? ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് എബവ്. മുകളിലുള്ള ചിത്രം നോക്കൂ. 2 boys ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. 2 കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ആദ്യത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ബോയ് സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണല്ലേ? ഹീ ഈസ് ഗെറ്റിംഗ് റെഡി ടു ഗോ സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ തയ്യാറാവുകയാണ്. ക്വസ്റ്റ്യൻ, ഈസ് ഹീ ഹാപ്പി? അവൻ ഹാപ്പി ആണോ? പിക്ചർ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അതെ, അവൻ കുട്ടി ഹാപ്പി ആണല്ലേ? സോ നമുക്ക് എഴുതാം യെസ്, അതെ, ഹീ ഈസ് ഹാപ്പി. അവൻ ഹാപ്പി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ? അതിനുള്ള കാരണം എന്താണ്? ഹീ ഈസ് ഹാപ്പി ബിക്കോസ് ഹീ ലൈക്സ് ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ടാവാം അവന് സന്തോഷത്തിലായത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ബോയ്? സെക്കൻഡ് ബോയുടെ പിക്ചർ നോക്കിക്കേ. ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് ബോയുടെ പിക്ചർ നോക്കുക. അവൻ ഹാപ്പി ആണോ? അല്ല, അവന് വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഹീ ഈസ് സാഡ്. ദ സെക്കൻഡ് ബോയ് ഈസ് സാഡ്. അവൻ സങ്കടത്തിലാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? എന്താണ് അമ്മ ചെയ്യുന്നത്? അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? അവനെ സ്കൂളിൽ പറഞ്ഞയക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണല്ലേ? അവൻ കരയാണ്, സങ്കടത്തിലാണ്. സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം കരയുന്നത്. സോ അമ്മ അവനെ സ്കൂളിൽ പോകാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരും എന്നാണ്. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ ഫസ്റ്റ് ഡേ, സ്കൂളിലെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും അല്ലേ? എങ്ങനെയായിരുന്നു? ചിലർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരിക്കും, അവർ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് പോകും അല്ലേ? ചിലർക്കോ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും താല്പര്യമൊന്നും ഉണ്ടാവില്ല, ഫുൾ കരച്ചിലായിരിക്കും. സോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പങ്കുവെക്കുക. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്. ദ കിസ്സിങ് ഹാൻഡ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. In this story, a little raccoon named Chester is hesitant about going to school. ഇവിടെ ചെസ്റ്റർ എന്ന പേരുള്ള ഒരു റാക്കൂൺ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുമൃഗത്തിൻ്റെ പേരാണ്. നിങ്ങൾക്ക് അവിടെ പിക്ചർ കാണാം, അതിൻ്റെ പേരാണ് റാക്കൂൺ എന്ന്. സോ ചെസ്റ്റർ എന്ന പേരുള്ള റാക്കൂണിന് സ്കൂളിൽ പോകാൻ മടിക്കുന്നു. Now let's see what happens to him. ഇപ്പോൾ എന്താണ് അവന് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഇതാണ് നമ്മുടെ ചെസ്റ്റർ. ഈ ഒരു ചെസ്റ്ററിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. Chester Raccoon stood at the edge of the forest and cried. നമ്മുടെ ചെസ്റ്റർ ഒരു കാടിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് കരഞ്ഞു. I don't want to go to school. എനിക്ക് സ്കൂളിൽ പോകേണ്ട. He told his mother. അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മയെയും നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാവുന്നതാണ്.
ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എൻ്റെ കളിപ്പാട്ടങ്ങളുമായിട്ട് എനിക്ക് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാലയിൽ ആടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. പ്ലീസ് ദയവായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കട്ടെ. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദി ഹാൻഡ് ആൻഡ് നെസിൽഡ് ഹിസ് ഇയർ. മിസ് റാക്കൂൺ, അതായത് ചെസ്റ്ററിൻ്റെ അമ്മ, അവനെ എടുത്തു. ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. ബൈ ദി ഹാൻഡ്, കൈകൊണ്ട് ഇങ്ങനെ എടുത്തു. ആൻഡ് നെസിൽഡ് ഹിസ് ഇയർ, അവൻ്റെ ചെവി സ്നേഹത്തോടെ അടുത്ത് വെച്ചു. ഇവിടെ നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ മടിക്കുന്ന ചെസ്റ്ററിനെ കാണാം അല്ലേ? ഈ ചെസ്റ്റർ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയാണ് ചെസ്റ്റർ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടെ റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്, അതൊക്കെയാണ്. അതായത് ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ടോയ്സോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടണം. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചെസ്റ്റർ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിൽ പോകേണ്ട. വൈ, എന്തുകൊണ്ട്? അവിടെ കാരണങ്ങൾ ഇതൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടത്. ബിക്കോസ്, കാരണം. ഐ എന്ന് കൊടുത്തതൊക്കെ ഹീ എന്നാക്കണം. കാരണം ഇവിടെ എനിക്ക് സ്കൂളിൽ പോകേണ്ട, എനിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കണം എന്നല്ലേ. പക്ഷെ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ അവന് പോകേണ്ട കാരണം അവന് കൂട്ടുകാരോടൊപ്പം കളിക്കണം, അവന് അമ്മയോടൊപ്പം നിൽക്കണം, അവന് ടോയ്സോടൊപ്പം കളിക്കണം, അവന് ഊഞ്ഞാലാടണം. അവന് എന്നാണല്ലോ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ എഴുതുക. സോ അവിടെ ഐ ഉള്ളിടത്തൊക്കെ നിങ്ങൾ ഹീ എന്നാക്കി മാറ്റിയാൽ മാത്രം മതി. നമുക്കതൊന്ന് എഴുതി നോക്കാം. ചെസ്റ്റർ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിൽ പോകേണ്ട. ബിക്കോസ്, കാരണം. ഹി വാണ്ട്സ് ടു സ്റ്റേ അറ്റ് ഹോം വിത്ത് ഹിസ് മദർ. അവന് അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയോടൊപ്പം നിൽക്കണം. ഹിസ് മദർ, അവൻ്റെ മദർ. ഹി വാണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ കൂട്ടുകാരോടൊപ്പം അവന് കളിക്കണം. ഈ ബുക്കിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അവിടെ മൈ ഫ്രണ്ട്സ് എന്നാണ്. അവിടെ നമ്മൾ ഹിസ് ഫ്രണ്ട്സ് എന്നാക്കി. കാരണം എൻ്റെ കൂട്ടുകാർ എന്നല്ല, അവൻ്റെ കൂട്ടുകാർ എന്നാണ് അല്ലേ. അവൻക്ക് അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. ഹി വാണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ടോയ്സ്. അവൻ്റെ കളിപ്പാട്ടങ്ങളൊത്ത് കളിക്കണം. ഹി വാണ്ട്സ് ടു റീഡ് ഹിസ് ബുക്സ്. അവൻ്റെ പുസ്തകങ്ങൾ അവന് വായിക്കണം. ഹി വാണ്ട്സ് ടു സ്വിങ് ഓൺ ഹിസ് സ്വിങ്. അവൻ്റെ ഊഞ്ഞാലയിൽ അവന് ഊഞ്ഞാലാടണം. ഇതാണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് യു വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ചെസ്റ്ററിൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സ്കൂളിൽ പോകും അല്ലേ? ഞാൻ സന്തോഷത്തോടെ സ്കൂളിൽ പോകും. ഐ വുഡ് ഗോ ടു സ്കൂൾ ഹാപ്പിലി. ഞാൻ സന്തോഷത്തോടെ സ്കൂളിൽ പോകും. നെക്സ്റ്റ് പേജ്. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ? ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. അവൾ പതിയെ അവനോട് പറഞ്ഞു. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്. ആദ്യമൊക്കെ അത് പേടിപ്പിക്കുന്നതും അപരിചിതമായിട്ട് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നതൊക്കെ ആവാം. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം നീ അത് ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. നീ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. പുതിയ കളിപ്പാട്ടങ്ങളുമൊത്ത് കളിക്കും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാം. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പുതിയ ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടാം. സോ അമ്മ അവനെ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണല്ലേ. നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് കിട്ടും, പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടും, പുതിയ ഊഞ്ഞാലകൾ ഉണ്ടാവും. ആദ്യമൊക്കെ കുറച്ച് പേടി തോന്നും, ഒരു സ്ട്രെയിഞ്ച് ആയിട്ട്, നമ്മൾ ആരെയും അറിയില്ല, ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും. പക്ഷെങ്കിലോ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. ബിസൈഡ്സ് ഷീ ആഡഡ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അതുകൂടാതെ, ഷീ ആഡഡ് അവൾ കൂട്ടിച്ചേർത്തു. I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. എനിക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു സീക്രട്ട് അറിയാം. സ്കൂളിലെ നിന്റെ രാത്രികളും വീട്ടിലെ പകലുകളെ പോലെ
സുന്ദരവും അതിമനോഹരമായിട്ട് സുഖകരവുമായി തോന്നിപ്പിക്കുന്ന ഒരു അത്ഭുതം, ഒരു മനോഹരമായിട്ടുള്ള ഒരു സീക്രട്ട്, ഒരു രഹസ്യം എനിക്കറിയാം. സീക്രട്ട്? ഒരു രഹസ്യമോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് രഹസ്യമാണ്? നമ്മുടെ ചെസ്റ്റർ ചോദിക്കുകയാണ് എന്ത് രഹസ്യമാണതെന്ന്. എ വെരി ഓൾഡ് സീക്രട്ട്, കുറച്ച് ഒരു വളരെ പഴകിയ ഒരു സീക്രട്ടാണ്. സെഡ് മിസ് റാക്കൂൺ. മിസ് റാക്കൂൺ പറഞ്ഞു, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ എൻ്റെ അമ്മയിൽ നിന്നും പഠിച്ചതാണത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. എൻ്റെ അമ്മ അവരുടെ അമ്മയിൽ നിന്നും പഠിച്ചതാണ്. സോ കുറച്ച് പഴക്കമുള്ളൊരു സീക്രട്ട് ആണിത്. ഇറ്റ്സ് കോൾഡ് ദിസ് കിസ്സിങ് ഹാൻഡ്. എന്താണ് അതിന് പറയുന്നത്? ഒരു കിസ്സിങ് ഹാൻഡ് എന്നാണ്. ദ കിസ്സിങ് ഹാൻഡ്? കിസ്സിങ് ഹാൻഡോ? ആസ്ക്ഡ് ചെസ്റ്റർ. ചെസ്റ്റർ ചോദിച്ചു, വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐ വിൽ ഷോ യു. അമ്മ പറയാണ്, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദി ഓൾഡ് സീക്രട്ട്. ചെസ്റ്ററിൻ്റെ അമ്മ പറഞ്ഞു, ഇതൊരു ഓൾഡ് പഴകിയ ഒരു രഹസ്യമാണെന്ന്. വാട്ട് മേ ബി ദ സീക്രട്ട്? സീക്രട്ട് എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? എന്താണ് അമ്മ പറഞ്ഞിട്ടുള്ളൊരു സീക്രട്ട്? ദ കിസ്സിങ് ഹാൻഡ് എന്നാണല്ലേ ആ സീക്രട്ടിൻ്റെ പേര് വരുന്നത്. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനി ക്ലൂ? നമുക്ക് വായിച്ചു നോക്കാം അല്ലേ? തുടർന്ന് വായിക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും. മിസ് റാക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. മിസ് റാക്കൂണ് ചെസ്റ്റേഴ്സിൻ്റെ ഇടത് കൈ എടുത്തു. എന്നിട്ട് അവൻ്റെ ചെറിയ വിരലുകളൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചു, ഒരു ഫാനിനെ പോലെ ഇങ്ങനെ വിടർത്തി വെച്ചു. ലീനിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുനിഞ്ഞ്. ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. ചെസ്റ്ററിൻ്റെ കൈപ്പത്തിയുടെ നടുവിൽ ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹേർട്ട്. അമ്മയുടെ ചുംബനം അവൻ്റെ കയ്യിൽ നിന്ന് പതിയെ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ അവൻക്ക് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ മൃദുവായ ഈ ഒരു കറുത്ത മുഖത്ത് ഒരു ഊഷ്മളത നിറഞ്ഞു. അതാണല്ലേ അവൻ്റെ അമ്മയുടെ ആ ഒരു കിസ്സിൻ്റെ ഒരു പവറാണ്. അവൻ്റെ അമ്മ അങ്ങനെ അവൻ്റെ ഹാൻഡിൻ്റെ പാമിൽ, കൈപ്പത്തിയിൽ നടുവിൽ കിസ് ചെയ്തപ്പോൾ അവൻക്ക് എന്തോ ഒരു ഫീല് കിട്ടി. മിസ് റാക്കൂൺ സ്മൈൽഡ്. റാക്കൂൺ എന്താണ്? ചിരിച്ചു. നൗ ഇപ്പോൾ ഷീ ടോൾഡ് ചെസ്റ്ററിനോട് പറഞ്ഞു, വെനെവർ യു ഫീൽ ലോൺലി. നീ എപ്പോഴൊക്കെയാണോ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത്, ലോൺലി എന്ന് പറഞ്ഞാൽ തനിച്ച്, സോ എപ്പോഴൊക്കെയാണോ തനിച്ചാണെന്ന് തോന്നുന്നത്, നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സ്നേഹം വേണമെന്ന് തോന്നുന്നത്, യു ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ്. നീ നിൻ്റെ കൈയൊന്ന് ഇങ്ങനെ അമർത്തി പിടിക്കുക. ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. എന്നിട്ട് നിൻ്റെ താടിയിലേക്ക് വെക്കുക. എന്നിട്ട് ആലോചിക്കുക, മമ്മി ലവ്സ് യു. അമ്മ നിന്നെ സ്നേഹിക്കുന്നു. മമ്മി ലവ്സ് യു. അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. സോ ഇതൊരു അവൻ്റെ ഒരു സ്കൂളിൽ പോകാനുള്ള ആ ഒരു വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ ഒരു മടിയെ അമ്മ ഇങ്ങനെ പതിയെ മാറ്റി കൊടുക്കാനല്ലേ അതിനുള്ള ട്രിക്ക് പറയുകയാണ്. നീ എപ്പോഴൊക്കെയാണോ ഒറ്റക്കാണെന്ന് തോന്നുന്നത്, നിനക്ക് വീട്ടിലെത്തണം എന്ന് തോന്നുന്നത്, അപ്പോൾ നിൻ്റെ കൈ കവിളിനോട് ചീക്കിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ്. അപ്പോൾ എന്താണ്? ആ കിസ് നിൻ്റെ മുഖത്തേക്ക് ചാടി വരും. ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. എന്നിട്ട് അത് നിൻ്റെ മനസ്സിനെ സ്നേഹവും ആശ്വാസവും കൊണ്ട് നിറയ്ക്കും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്. അവൾ ചെസ്റ്ററിൻ്റെ കൈ എടുത്തു. ആൻഡ് കെയർഫുള്ളി wrapped ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദി കിസ്. എന്നിട്ട് നല്ല ശ്രദ്ധിച്ച് ഈ ഒരു കിസിൻ്റെ ചുറ്റും എന്താണ് അവൻ്റെ ഫിംഗേഴ്സ് ഇങ്ങനെ ചുരുട്ടി വെച്ചു, റാപ്പ് ചെയ്ത് വെച്ചു. നടുവിലാണല്ലോ കിസ് ചെയ്തത്. അപ്പോൾ അവൻ്റെ കൈ എടുത്ത് എന്താണ് വിരലുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ആ കിസിനെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് പോലെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് മിസ് റാക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? അവൻ്റെ പേടി മറികടക്കാൻ വേണ്ടിയിട്ട് മിസ് റാക്കൂണ് എങ്ങനെയാണ് സഹായിച്ചത്?
Miss Raccoon helped Chester overcome his fear by giving him the kissing hand. ല്ലേ, ഒരു കിസ്സിങ് ഹാൻഡ്, ചുംബനമുള്ളൊരു കൈ കൊടുത്തിട്ടാണ് റാക്കൂണ് ചെസ്റ്ററിനെ ഈ ഒരു പേടി മറികടക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഷീ കിസ്ഡ് ഹിസ് പാം, അവൻ്റെ ഉള്ളം കയ്യിൽ അവൾ കിസ് ചെയ്തു. ആൻഡ് ടോൾഡ് ഹിം ടു പ്രസ് ഇറ്റ് ടു ഹിസ് ചീക്ക് വെനെവർ ഹീ ഫെൽറ്റ് ലോൺലി. എപ്പോഴൊക്കെയാണോ അവന് തനിച്ചാണെന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ ഈ കൈ പ്രസ് ചെയ്തിട്ട് അവൻ്റെ ചീക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന്. ദിസ് മെയ്ഡ് ചെസ്റ്റർ ഫീൽ ഹിസ് മദേഴ്സ് ലവ്, വാംത്ത് ആൻഡ് കംഫേർട്ട്. ഇത് ചെസ്റ്ററിന് അവൻ്റെ അമ്മയുടെ സ്നേഹവും ആ ഒരു ഊഷ്മളതയും ആ ഒരു കംഫേർട്ടും ആ ഒരു സുഖമൊക്കെ അവന് കിട്ടി ഇതിലൂടെ. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. ഇപ്പോൾ ഇത് നഷ്ടപ്പെടുത്താതെ നീ ശ്രദ്ധിക്കണം. അവൾ അവനെ കളിയാക്കി. ടീസ്ഡ് എന്ന് പറഞ്ഞാൽ കളിയാക്കി എന്നാണ്. ബട്ട് ഡോണ്ട് വെറി, പക്ഷേ നീ വിഷമിക്കേണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് കൈ തുറന്നാലും എന്താണ്, ഈ കിസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിപ്പിടിച്ച് കിടക്കും. അതെൻ്റെ പ്രോമിസാണ്, എൻ്റെ വാക്കാണ്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്റർ അവൻ്റെ ഈ ഒരു കിസ്സിങ് ഹാൻഡ്, അവൻ്റെ അമ്മ കിസ് ചെയ്ത ഈ ഒരു കൈ അവന് ഇഷ്ടപ്പെട്ടു. Now he knew his mother's love would go with him whenever he went. ഇപ്പോൾ അവന് മനസ്സിലായി അവൻ എവിടെ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹവും അവൻ്റോടൊപ്പം ഉണ്ടെന്ന്. ഈവൻ ടു ദി സ്കൂൾ, അവൻ സ്കൂളിൽ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹം അവനോടൊപ്പമുണ്ട്. ദാറ്റ് നൈറ്റ്, ആ രാത്രി, ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ. ചെസ്റ്റർ അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ നിന്നു. ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ, എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു നിന്നു. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിന്നഡ്. അവൻ അമ്മയെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. ഗ്രിന്നഡ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചു, ചെറിയൊരു ചിരിക്കാണ് ഗ്രിന്നഡ് എന്ന വേർഡ്. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. അമ്മയോട് പറഞ്ഞു, അമ്മയോട് എന്താണ്, നിങ്ങളുടെ കൈ തരൂ എന്ന്. ചെസ്റ്റർ took his mother's hand in his own and unfolded her large familiar fingers into a fan. അങ്ങനെ ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈയെടുത്ത് അവൻ്റെ കൈൻ്റെ മുകളിൽ വെച്ചിട്ട് അമ്മയുടെ വലിയ വിരലുകളൊക്കെ ഇങ്ങനെ ഫാന് പോലെ വിടർത്തി വെച്ചു. നെക്സ്റ്റ്, അടുത്തത് ഹിൻഡ് ഫോർവേഡ്, അവൻ മുന്നോട്ട് കുനിഞ്ഞു നിന്നു. ആൻഡ് കിസ്ഡ് ദി സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്, അമ്മയുടെ കൈൻ്റെ നടുവിൽ കിസ് ചെയ്തു, ഉമ്മ വെച്ചു. Now you have a kissing hand too. ഇപ്പോൾ നിങ്ങൾക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. He told her with a gentle goodbye. അവൻ അവൻ്റെ അമ്മയോട് സ്നേഹത്തോടെ നല്ല പതുക്കെ ഒരു ഗുഡ് ബൈ പറഞ്ഞു. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചെസ്റ്റർ സെഡ്, ചെസ്റ്റർ പറഞ്ഞു. ആൻഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് എവേ, ചെസ്റ്റർ തിരിഞ്ഞ് സന്തോഷത്തോടെ ഡാൻസ് ഒക്കെ ചെയ്ത് പോയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? ചെസ്റ്ററിന് അവൻ്റെ അമ്മയുടെ കയ്യിൽ കിസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ചെസ്റ്ററിന് ഒരു സ്നേഹവും ഒരു സന്തോഷവും പിന്നെ അവൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ആത്മധൈര്യവും ഒക്കെയാണല്ലേ കിട്ടിയത്. സോ ചെസ്റ്റർ ഫെൽറ്റ് ഹാപ്പി, ലവിങ് ആൻഡ് കോൺഫിഡൻറ്റ് വെൻ ഹി കിസ്ഡ് ഹിസ് മദർ. ടീച്ചറിൽ ചെസ്റ്റർ സ്കൂളിലേക്ക് ഓടിപ്പോകുന്നത് കാണാമല്ലേ. ഇത് സന്തോഷത്തോടെ അമ്മ പിന്നിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് ദ ട്രീ ആൻഡ് എൻറ്റർ ദി സ്കൂൾ. മിസ് റാക്കൂണ് ചെസ്റ്റർ മരക്കൊമ്പിലൂടെ അവൻ ചാടി ചാടി പോകുന്നത് അവൻ സ്കൂളിൽ എത്തുന്നത് വരെ ഇങ്ങനെ നോക്കി നിന്നു. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി ചാടി പോകുന്നതിനാണ്. ഓക്കെ. ആസ് ദി ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്, ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. പുതിയ വർഷത്തിലെ ആദ്യത്തെ ബെല്ല് മുഴങ്ങിയപ്പോൾ അവളുടെ ഇടത് കൈ അവളുടെ ചീക്കിൻ്റെ കവിളുടെ അടുത്തേക്ക് ചേർത്ത് വെച്ച് പുഞ്ചിരിച്ചു. ദി വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹേർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ദി വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹേർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ഈ ഒരു ചെസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ചുംബനത്തിൻ്റെ ഈ ഒരു ഊഷ്മളത, ആ ഒരു സ്നേഹം എന്താണ്, അവളുടെ ഹൃദയത്തിൽ ഒരുപാട് വാക്കുകൾ കൊണ്ട് നിറച്ചു. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന വേർഡ്സ് എന്താണ് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു, ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. ഇത്രയുമാണ് നിങ്ങളുടെ ഒരു സ്റ്റോറി വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സ്റ്റോറി എന്നൊക്കെ പറയില്ലേ, നല്ല മൃദുലമായിട്ടുള്ളൊരു നമുക്കൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണിത്. ഒരു അമ്മയുടെയും ഒരു മകൻ്റെയും ഒരു സ്കൂളിൽ പോകാൻ മടിക്കുന്ന ഒരു കഥയാണ്.
അവർ തമ്മിലുള്ള സ്നേഹം നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല സിമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹു ആർ ദി മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി? ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരെല്ലാം? ചെസ്റ്ററും അവൻ്റെ അമ്മയുമാണ് അല്ലേ. സോ നമുക്ക് എഴുതാം ചെസ്റ്റർ റാക്കൂൺ ആൻഡ് ഹിസ് മദർ, അല്ലെങ്കിൽ മിസ് റാക്കൂൺ എന്ന്. ആൻസർ ഇതാണ്. ദി മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ചെസ്റ്റർ ആൻഡ് മിസ് റാക്കൂൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഡു യു ലൈക്ക് ദി മോസ്റ്റ്? നിങ്ങൾക്ക് ഈ ഒരു കഥയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് ഭാഗമാണ്? കാരണം എന്താണ്? എനിക്ക് ഈ കഥയിൽ ഏറെ ഇഷ്ടപ്പെട്ടത് ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഉമ്മ വെച്ചപ്പോഴാണ്. കാരണം അതെന്താണ്, അവന് ആരും പറയാതെ, അവന് ചെറിയൊരു കുട്ടിയാണ് എന്ന് അവനക്ക് ആരും പറഞ്ഞു തരാതെ അവൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹമാണ് അവൻ കാണിച്ചത് അല്ലേ. അവൻ്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ലവാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. നമുക്ക് ആൻസർ എഴുതാം. ഐ ലൈക്ക് ദ പാർട്ട് വേർ ചെസ്റ്റർ ഗിവ്സ് ഹിസ് മദർ എ കിസ്സിങ് ഹാൻഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെസ്റ്റർ അവൻ്റെ അമ്മയ്ക്ക് ഒരു കിസ്സിങ് ഹാൻഡ് കൊടുത്തപ്പോഴാണ്. ബിക്കോസ് ഇറ്റ് ഷോസ് ഹിസ് ലവ് ഫോർ മദർ. കാരണം ഇത് അവൻ്റെ അമ്മയോടുള്ള അവൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഈ ഒരു കഥ ആരാണ് എഴുതിയത്? ഓഡ്രി പെൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അമേരിക്കൻ റൈറ്റർ ആണ്. അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. കുട്ടികളുടെ കഥകളുടെ അമേരിക്കൻ റൈറ്റർ ആണ്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദി കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കോൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റി. അവർ അറിയപ്പെട്ടത് ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പിക്ചർ ബുക്ക് കാരണമാണ്. റാക്കോൺസിൻ്റെ കഥ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹ്യൂമൻസ് ക്വാളിറ്റീസ്, മനുഷ്യരുടെ ഗുണങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്ങും നൽകിയിട്ടുണ്ട്. കോസി. കോസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫീലിംഗ് കംഫേർട്ടാണ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരറ്റം. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു പതുക്കെ നല്ല സ്നേഹത്തോടെ എന്നാണ്. നെസിൽ എന്ന് പറഞ്ഞാൽ മൂക്കും മുഖവും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉരയ്ക്കുന്നതിനാണ് പറയുന്നത്. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ ടു റൺ വിത്ത് ക്യൂക്കും, പെട്ടെന്ന് ഇങ്ങനെ ഓടുന്നതാണ്. ചെറിയ സ്റ്റെപ്പ് വെച്ച്, ചെറിയ അടികൾ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ വേഗത്തിൽ ഓടുന്നതിനാണ് സ്കാമ്പർ എന്ന് പറയുന്നത്. സ്കേറി എന്ന് പറഞ്ഞാൽ പേടി. സ്വിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാലാടുക. ടീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. ടിങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സംഭവം ഒരു അനുഭവപ്പെട്ടു എന്നാണ്. ചൈനി എന്ന് പറഞ്ഞാൽ ചെറുത്. ടോസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഫീലിംഗ്, ഒരു സ്നേഹത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ്. വാംത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളത. വൈപ്പ് എന്ന് പറഞ്ഞാൽ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനാണ്. ഇങ്ങനെ വൈപ്പ് ഇങ്ങനെ തുടച്ചെടുക്കുക, അതിനാണ് വൈപ്പ് എന്ന് പറയുന്നത്. വ്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊതിയുന്നതിനാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം വരുന്നത്. ഇനി ആക്ടിവിറ്റീസ് ആണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഇത് നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്, നാളെ അപ്ലോഡ് ആക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണമേ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ആക്ടിവിറ്റീസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ആൻസേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആക്കി ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.